നമസ്കാരം. രാകേഷ് ദ കൺസൾട്ടന്റ്. ഒരു ബിസിനസ്സുകാരനാവാൻ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആവാൻ എന്താണ് യോഗ്യത? എന്താണ് ഒരു ബിസിനസ്സുകാരനാവാനുള്ള യോഗ്യത? നിങ്ങൾ എന്താണ് കരുതുന്നത്? അതൊന്ന് താഴെ കമന്റ് ചെയ്യുക. ഞാൻ കരുതുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഒരു ഓണ്ടർപ്രണറായി മാറി, ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റായി മാറി, എങ്ങനെ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടിങ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനായി മാറി, അല്ലെങ്കിൽ അത് എങ്ങനെ ഒരു ബിസിനസ്സായി കൺവേർട്ട് ചെയ്തു എന്നുള്ളത് ആണ് ഞാൻ പറയുന്നത്. മടിയാണ് ഒരു ബിസിനസ്സുകാരനാവാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത. ഏറ്റവും അടിസ്ഥാനമായി മടി. നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ, ദീർഘകാലം വർക്ക് ചെയ്യാനോ, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടിയിട്ടോ, ജീവിതം കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ടോ ദീർഘകാലം വർക്ക് ചെയ്യാൻ, പണി ചെയ്യാനുള്ള മടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ഓണ്ടർപ്രണറായി മാറാം. കാരണം 8-10 വർഷത്തെ ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ടെങ്കിൽ, അത്രയും വർഷങ്ങൾക്ക് മുൻപോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, അത്രയും വർഷം നിങ്ങൾക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ എന്തായിത്തീരണം, എന്താവും എന്നുള്ളത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ സമയം നോക്കാതെ വളരെ കുറച്ച് സമയം വർക്ക് ചെയ്യാൻ, അതായത് 10 വർഷം വർക്ക് ചെയ്യാന്നുള്ളതല്ല, 10 വർഷത്തെ എഫേർട്ട് 4-5 വർഷം കൊണ്ട് ചെയ്ത് തീർത്ത് മിണ്ടാതെ ഇരിക്കുക. ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, നമുക്ക് വേണ്ട ഒരു ടീം ക്രിയേറ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്ത് ട്രെയിനിങ്, ഡെവലപ്മെന്റ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ആ സിസ്റ്റത്തിനെ പണി ചെയ്യാൻ വിട്ടു കഴിഞ്ഞാൽ അവന്റെ ബിസിനസ് റൺ ചെയ്യും. നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതൊരു ബിസിനസ്സും എടുത്തു നോക്കുക. ഈവൻ നമ്മുടെ കല്യാൺ എക്സാമ്പിൾ എടുക്കാം, ജോയ് ആലുക്കാസ് എക്സാമ്പിൾ എടുക്കാം, അതുപോലെ തന്നെ ലുലു ഗ്രൂപ്പ് എക്സാമ്പിൾ എടുക്കാം. ഇതിനൊക്കെ തുടക്കത്തിൽ കുറച്ചു കാലം അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അവർ ഒരു സിസ്റ്റം രൂപവൽക്കരിച്ചു. ആ സിസ്റ്റത്തിനെ റൺ ചെയ്യാൻ വേണ്ടി കീ പോയിന്റുകളിൽ അവർ അതിൻ്റെതായ ആളുകളെ നിയമിച്ചു. അതിനുശേഷം ഒരു ട്രെയിനിങ് സിസ്റ്റം കൊണ്ടുവന്നു. ഇപ്പോൾ ആ വ്യക്തി സ്റ്റാർട്ട് ചെയ്ത വ്യക്തി അവർ ആ സിസ്റ്റത്തിൽ നിന്നും എക്സിറ്റ് ചെയ്തു. കാരണം അവരില്ലെങ്കിലും ആ ബിസിനസ് റൺ ചെയ്യും, ആ ബിസിനസ് പ്രോഫിറ്റ് കൊണ്ടുവരും, ആ ബിസിനസ് അവരുടെ ലൈഫ് സ്റ്റൈലിനെ എല്ലാം മാറ്റിമറിക്കും. ജീവിതകാലം മുഴുവൻ പണിയെടുക്കാതെ കുറച്ചു കാലത്തേക്ക് പണിയെടുത്ത്, കുറച്ചു കാലത്തേക്ക് കഠിനമായി വർക്ക് ചെയ്ത് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ അത്തരമുള്ള ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ട് എങ്കിൽ, അതിനുവേണ്ടി പണിയെടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കും ഒരു ബിസിനസ്സുകാരനായി മാറാം, ഒരു ഓണ്ടർപ്രണറായി മാറാം, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. അതിന് വേണ്ടത് ഇത്രയാണ്: ദീർഘകാലം പണിയെടുക്കാനുള്ള മടി. വളരെ കുറച്ചു കാലത്തേക്ക് വളരെ സ്മാർട്ടായി വർക്ക് ചെയ്ത് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാന ഘടകം. സോ നിങ്ങൾക്കും ഒരു ബിസിനസ്സുകാരനാവാൻ കഴിയട്ടെ. അതിന് വേണ്ട എത്ര മടിയാണോ നിങ്ങൾക്ക് വേണ്ട അത്രയും മടി നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രാകേഷ് ദ കൺസൾട്ടന്റ്.